അവർ ഓൾറെഡി ഹിന്ദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ റിയാലിറ്റി ഷോ മലയാളത്തിൽ അല്ലാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്നിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഇപ്പം നമ്മൾ മലയാളം ഷോ അതിലൊരു ടാസ്ക് എല്ലാം മലയാളത്തിലാണ് വരുന്നത്. ഒരു ടാസ്ക് ലെറ്റർ പോലും വായിക്കാൻ ആ കുട്ടിക്ക് പറ്റില്ല. അപ്പം എങ്ങനെ ഒരു നോൺ മലയാളി കൊണ്ടുവന്നു? സീസൺ 1 ഷിയാസ് കരീമിന് ഓർമ്മയുണ്ടോ? ഷിയാസ് കരീം വാസ് ഫൺ ബിക്കോസ് അവന് മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. ഈസ് പ്രോപ്പർ ഹാർഡ് കോർ മലയാളിയാണ്, പക്ഷെ വായിക്കാൻ അറിയില്ല. ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഫണ്ണായിരുന്നു. ടാസ്ക് ലെറ്റർ വായിക്കുന്ന അത് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആയി, മനസ്സിലായില്ലേ? ഇപ്പം എന്ത് ശരി എന്ത് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. നമ്മളൊരു കാസ്റ്റിംഗ് ചെയ്യുന്നു, ആ ഷോ ആ ഫോർമാറ്റ് ആ വർഷം എന്തായിരിക്കും ഒരു മാച്ച്, ഇപ്പോൾ ഇവരും ഒക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തിരിക്കും എന്നുള്ളൊരു ഊഹം ക്രിയേറ്റേഴ്സിന് ഉണ്ടാവുമായിരിക്കുമല്ലോ, അത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സെയിം ബിഗ് ബോസിൽ തന്നെ പങ്കെടുത്ത ഒരു വ്യക്തിക്ക് മറ്റ് ഭാഷകളിൽ പോയി മത്സരിക്കാനായിട്ട് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഇത്ര വർഷത്തിനുള്ളിൽ മത്സരിക്കാൻ എനിക്ക് മാനദണ്ഡം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. മാനദണ്ഡമൊന്നുമില്ല. എന്ത് മാനദണ്ഡം? ഐ തിങ്ക് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. എല്ലാവർക്കും എല്ലാ റിയാലിറ്റി ഏത് ഭാഷയിലുള്ള ബിഗ് ബോസ് അഗെയിൻ ഇപ്പം മലയാളം ഏത് ഭാഷയുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും അഗെയിൻ ഇപ്പം ഇവിടെ പോപ്പുലർ ഒരാള് തമിഴിൽ പോപ്പുലർ ആവണം എന്നില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഏതൊരു കണ്ടസ്റ്റന്റിന് ചിലപ്പോൾ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല, ചിലവർക്ക് കിട്ടും, ചിലവർക്ക് അല്ലേ. സോ ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു, അവരുടെ ഓഡീഷൻ, ഇതെല്ലാം ബാധകമായിട്ടുണ്ടാവും. താങ്കളുടെ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു മത്സരാർത്ഥി ഇല്ല. അത് വെറുതെ അല്ല, ഞാൻ പറഞ്ഞുതരാം വൈ. ബിക്കോസ് നമുക്ക് ഞാൻ ഷോ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മത്സരാർത്ഥിയെ മാത്രം ഇപ്പം റോബിൻ്റെ സീസണിൽ എനിക്ക് തോന്നുന്നു ഞാൻ സീസൺ മൊത്തം സെറ്റായിരുന്നു ലാസ്റ്റ് മൊമെന്റ് വരെ. എനിക്ക് തോന്നുന്നു 8th വീക്കിലെങ്ങാണ്ടാണ് റോബിൻ പുറത്തു പോകുന്നത്. അതിപ്പോൾ 8th ഷോ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റോബിനുണ്ട്, ജാസ്മിനുണ്ട്, യു ആർ 2 സ്റ്റാർ ഫൈറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് കുറേ പേരുണ്ട്, എല്ലാവരും ഒക്കെ. ഇത് 1 ഡേ ഈവനിങ് ഷോയിൽ നിന്ന് റോബിനും, അതായത് ജാസ്മിൻ നടന്നു പോകുന്നു, റോബിനെ പുറത്താക്കുന്നു. ഓക്കെ, ഒരു ദിവസം കൊണ്ട് സ്റ്റാർ രണ്ടും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവിടെ നിന്ന് നമുക്ക് ഷോ ഇഫ് യു വോണ്ട് റിവൈവ്. അപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞു, എനിക്ക് ഫോൺ കോളുകൾ എത്രയോ പേര് എനിക്ക് ആ സീസണിലാണ് എൻ്റെ പേര് ലീക്കാകുന്നതും ആൾക്കാർ വിളിക്കാൻ തുടങ്ങുന്നതും. എന്നെ ബോംബെ BJP ഓഫീസിൽ നിന്നും അവിടെ നിന്ന് ഇതെന്നൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് തല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഷോ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്തത്, എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സീസൺ. ഞങ്ങൾ ഫാമിലി വീക്കൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമാണ്. ഫാമിലി വീക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വേറെ ടാസ്ക് ഇടുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ടെലിഫോൺ കോളിംഗ് ടാസ്ക് സംതിങ്. അവിടെ നിന്ന് 3 ആഴ്ച ആ TRP താഴെ പോയിട്ടില്ല. വി കോട്ട് ഇറ്റ് അപ്പ് ബിക്കോസ് നമ്മളിപ്പോൾ ഒരാളെ ഫേവറേറ്റ് ആക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും എന്തെങ്കിലും നമുക്ക് കിട്ടണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും പേരെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഈ കാസ്റ്റ് നല്ല രീതിയിൽ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പം റോൺസൺ, ഇഫ് യു ലുക്ക്, റോൺസൺ ഭയങ്കര ഫൈറ്റർ ഒരു ആളാണെന്നും പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഷോയിലെ പുള്ളി കുറച്ചും കൂടെ കൂടുതൽ ഫണ്ണായിരുന്നു, അല്ലേ? പക്ഷെ ഫൺ എലിമെന്റ് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും നമ്മൾ ഇത് മാത്രം എക്സ്പെക്ട് ചെയ്തു. അയാൾ നല്ല ഇപ്പം ഒരുപാട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സ്റ്റോറി എഡിറ്റേഴ്സ് ആയിരിക്കുന്നവരും മറ്റേ അവരൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഫേവറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി അവരുടെ ബാക്കിൽ നിന്ന് മാറില്ല. ഇപ്പോൾ സാബു സീസൺ 1 എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം സാബു എവിടെ പോയാലും ക്യാമറ പുറകെ പോകും. നമുക്കറിയണം എവിടെയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.